ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാന സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള ഷാഫിക്ക് മുന്നറിയിപ്പ് നൽകിയതായിരുന്നു. ഇത്തരമൊരു കൊടും ക്രിമിനലിനെ ചുമക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് പരിഹസിക്കുകയായിരുന്നു ഷാഫി പറമ്പിലടക്കം ചെയ്തത്. എല്ലാത്തിനും കുടപിടിച്ച് ഷാഫി ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചു. നല്ലൊരു സുഹൃത്തായിരുന്നെങ്കിൽ പറഞ്ഞു തിരുത്തേണ്ടതായിരുന്നു ഇതിനു മുന്നേ. അതിശക്തമായ വിമർശനം തന്നെയാണ് KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ഷഹനാസ് നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഷഹനാസ് ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ. മഹിളാ കോൺഗ്രസിലെ അമ്മയുടെ പ്രായമുള്ള ആളുകൾക്ക് വരെ രാഹുലിന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായി എന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഷഹനാസ് നടത്തിയത്. രാഹുലിനെതിരെ പലതവണയായി പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പരാതി ഉന്നയിച്ചപ്പോൾ അത് കേട്ടുകൊണ്ട് നിന്ന ഷാഫി മൗനം പാലിച്ച് പരിഹസിക്കുകയായിരുന്നു. പരിഹാസം പോലെയാണെന്ന് എനിക്ക് തോന്നിയെന്നാണ് ഷഹനാസ് പറയുന്നത്. താൻ പറയുന്നത് കള്ളമാണെന്ന് ഇനിയിപ്പോൾ ഷാഫി പറഞ്ഞാൽ അതിനുള്ള തെളിവടക്കം പുറത്തുവിടുമെന്ന് ഷാഫിയെ അടക്കം ഭയപ്പെടുത്തുന്നു, വെല്ലുവിളിക്കുന്നു ഷഹനാസ്. പാർട്ടി നടപടിയെയും സൈബർ ആക്രമണങ്ങളെയും ഭയപ്പെടുന്നില്ല. എന്തിനേയും നേരിടാൻ തയ്യാറായി തന്നെയാണ് ഷഹനാസ് നിലകൊള്ളുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ പരാതി ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. രാഹുലിനെ പ്രതിരോധിക്കാൻ എനിക്ക് അന്നേ കഴിഞ്ഞിട്ടുണ്ട്. ഷാഫി പറമ്പലിനോട് പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്ത് തന്നെ പരാതി കൊടുത്താലും യൂത്ത് കോൺഗ്രസിൽ നിന്നും ഒരു കാലത്തും നീതി കിട്ടില്ല എന്നാണ് ഒരു കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. രാഹുലിനെ പറ്റി ഷാഫിയോട് പരാതിയായിരുന്നില്ല പറഞ്ഞത്, തൻ്റെ അഭിപ്രായമായിരുന്നു വ്യക്തമാക്കിയത്. അതന്ന് വകവെച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ദൂഷ്യഫലങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അന്ന് അത് വകവെച്ചില്ല. അതിനുശേഷം രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും പാലക്കാട് MLAയുമായി മാറി. രാഹുൽ വലിയൊരു ക്രിമിനലാണ്. പല സ്ത്രീകൾക്കും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും മോശമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത്. എന്നാൽ ഇനി ശബ്ദിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയെങ്കിലും ശബ്ദിക്കണം. പരാതിയുമായി ഒരു സ്ത്രീയെങ്കിലും മുന്നോട്ട് വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നലെ പരാതി പറഞ്ഞതിന് പിന്നാലെ വിദേശത്തു നിന്നടക്കമുള്ള ഭീഷണി തനിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഷഹനാസ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. ഷഹനാസിന്റെ വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണ രൂപം അതിങ്ങനെയാണ്. സത്യത്തിൽ എനിക്ക് ഇത്രത്തോളം ഒരു സ്ത്രീയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കൃത്യമായിട്ട് അന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് ഇങ്ങനെ സ്ത്രീകളുടെ ഇൻബോക്സിൽ പോയിട്ട് മെസ്സേജ് അയക്കുന്നു എന്ന് മാത്രം അറിയാവുന്ന സമയമായിട്ട് പോലും ഞാൻ ഉള്ള കമ്മിറ്റിയിലെ പ്രസിഡന്റായ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയോട് പറയാൻ പറ്റുന്ന രീതിയിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന സംഘടനയിൽ ഒരുപാട് പെൺകുട്ടികൾ കടന്നു വരാനുള്ളതാണ്. ആ കടന്നു വരവിനെ തടയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരാളെ പ്രസിഡന്റായിട്ട് വെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വരുമ്പോഴും ഞാൻ FBയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏതാണോ ഒരു പെൺകുട്ടി ഇരയായിട്ട് വരികയാണെങ്കിൽ എല്ലാ കാലത്തും ഇരകൾക്കൊപ്പമാണ് എന്ന് ഞാൻ അന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൃത്യമായി അന്ന് ഒരു സ്ത്രീയും പരാതിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പരാതിയുമായി വന്നു കഴിഞ്ഞപ്പോഴാണ് ആദ്യം പരാതിയുമായിട്ട് ഒരു സ്ത്രീ വന്നു. അവരെ പിന്നെ മെന്റലി നല്ല രീതിയിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന, അവരുടെ ഐഡന്റിറ്റി പുറത്താക്കുന്ന രീതിയിൽ സൈബർ മീഡിയയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണികൾ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എഴുതണമെന്ന് വിചാരിച്ചതാണ്. അതും കൂടി കഴിഞ്ഞാണ് ഈ പെൺകുട്ടിയുടെ ഒരു പരാതി കൂടി വരുന്നത്. അതെനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചത്. സത്യത്തിൽ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, അതിലൊരു മാറ്റവും ഇല്ല എന്ന് നിങ്ങളോട് വ്യക്തമാക്കാൻ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ എന്നെ കോഴിക്കോട് സംസ്കാര സാഹിതിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് അതിൻ്റെ ചെയർമാൻ കാവിൽ P മാധവൻ റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇന്ന് ഞാൻ ഇതുപോലെ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ഞാൻ സ്റ്റേറ്റ് ഭാരവാഹിയാണ്. എന്നെ റിമൂവ് ചെയ്യേണ്ട ഒരു അധികാരവും ശരിക്കും പറഞ്ഞാൽ ചെയർമാൻ ഇല്ല. ഞങ്ങളുടെ ചെയർമാൻ എന്ന് പറയുന്നത് CR മഹേഷ് MLA ആണ്. അദ്ദേഹം സ്ത്രീകൾക്കൊപ്പം സഹജീവികൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. സ്റ്റേറ്റ് ഗ്രൂപ്പിൽ ഞാൻ നിലനിൽക്കെ തന്നെ കോഴിക്കോടിൻ്റെ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്തത് അതൊരു വ്യക്തിപരമായ വിദ്വേഷം തീർക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുകയുണ്ടായത്. ഇതൊക്കെ നിങ്ങളോട് അത് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ റിമൂവ് ചെയ്ത കോഴിക്കോടിൻ്റെ സംസ്കാര സാഹിതിയുടെ ചെയർമാനായ കാവിൽ P മാധവൻ തന്നെ ആ ഗ്രൂപ്പിലേക്ക് എന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ്. അത് തിരിച്ചെടുത്തത് ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തിരുന്ന് അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സ്പേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് കാണുന്നത് തന്നെയാണ് എനിക്ക് വലിയ പ്രതീക്ഷ എൻ്റെ പ്രസ്ഥാനത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രതീക്ഷയോട് കൂടി കാണുകയാണ് അതിനെ. ഇപ്പം നമുക്കൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയാൻ നമുക്ക് രാഷ്ട്രീയപരമായിട്ട്
കോൺഗ്രസിന് പറയാനുള്ള ഒരുപാട് കാരണങ്ങൾ, ഒരു 10 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾക്കുണ്ടായ കുറേ ബുദ്ധിമുട്ടുകൾ, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങളൊക്കെ പറയാനുള്ള ഒരു സമയം കൂടിയാണ്. എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഈ സമയത്ത് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിച്ചു എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാവാം ഒരുപാട് ആളുകൾ എന്നെ വിമർശിച്ചുകൊണ്ടും എന്നെ ഇൻബോക്സുകളിൽ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു ഒക്കെ എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം പരാതി വന്നത് ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയാണ്. ആ പരാതി എന്ന് പറയുന്നത് അതിന് പിന്നിൽ ഇനിയും ഒരുപാട് പെൺകുട്ടികൾ വരാനുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളുമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇരകളോട് മോശമായി പെരുമാറുന്നത് കൊണ്ട്, ഇരകളെ അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന രീതിയിൽ മുന്നോട്ട് വരുന്ന സൈബർ മീഡിയയിലുള്ള ബുള്ളിയിങ് കൊണ്ടാണ് സ്ത്രീകൾ മുന്നോട്ട് വരാത്തത് എന്നുള്ളത് കൂടി കൊണ്ടും, 23 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പെൺകുട്ടികളാണ്. അത്തരത്തിലുള്ള പെൺകുട്ടികൾ പോലും ബലാത്സംഗത്തിനൊക്കെ ഇരയായി എന്ന് കേൾക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാം എന്ന തോന്നലൊന്നും എനിക്കില്ല. എൻ്റെ ഉള്ളിലുള്ള സ്ത്രീ, എൻ്റെ ഉള്ളിലുള്ള അമ്മ ഉറപ്പായിട്ടും അത് പ്രതികരിക്കും. അത് അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഷാഫി പറമ്പിലിന് അറിയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇനി നിങ്ങളോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതിനെ എന്താ പറയുക, എതിർത്തുകൊണ്ട് ഷാഫി പറമ്പിൽ MP പറയണം, ഷഹനാസ് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല, പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടിയായിട്ട് മാത്രമായിരിക്കും ഞാൻ നിങ്ങളെ കാണുക ഈ വിഷയത്തിൽ. അല്ലാതെ സൈബർ ബുള്ളിങ്ങിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞാൻ ഒരു പരാതിയായിട്ട്, ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാനൊരു പരാതിയായിട്ട് ഞാൻ ഷാഫി പറമ്പിൽ MLA ആയിരുന്ന അന്ന് കൊടുത്തിട്ടില്ല. പരാതിയായിട്ട് കൊടുത്തതിനൊന്നും നീതി ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പരാതിയായിട്ട് കൊടുക്കാത്തത്. അപ്പം അത് ഞാൻ മെസ്സേജ് അയച്ചു പറഞ്ഞ കാര്യങ്ങളാണത്. പിന്നെ കോൺഗ്രസിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവരുടെ അണികളായിട്ടുണ്ട്, നേതാക്കന്മാരിലുമുണ്ട്. പക്ഷെ ഒരിക്കലും സ്റ്റേറ്റ് നേതാക്കന്മാർ ആരെങ്കിലും അറിഞ്ഞിട്ടാണ് എന്നെ അവിടുന്ന് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കിയത് എന്ന ഒരു തോന്നലേ എനിക്കില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോഴിക്കോടിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കാവിൽ പി മാധവനാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായ പല പ്രശ്നങ്ങളും എന്നോടുണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുള്ള VR സുധീഷിന്റെ ഒറ്റ സുഹൃത്താണ് ശ്രീ കാവിൽ പി മാധവൻ. അപ്പൊ ഞാൻ അതിൽ നിലനിൽക്കുമ്പോൾ തന്നെ പരസ്യമായിട്ട് തന്തയ്ക്ക് വിളിക്കുന്ന സാഹചര്യങ്ങൾ വരെ എനിക്ക് അതിനകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളൊരു പാർട്ടിക്ക് അകത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പരാതി പറയാനുള്ള ഒരു സംവിധാനം നമ്മൾ അത് ചെയ്യാറില്ല. പക്ഷെ ആ ഒരു വ്യക്തിവൈരാഗ്യം അദ്ദേഹം തീർത്തതാണ്.